വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ ചോദ്യപേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ഉദ്ഗ്രഥനം 2ാം ദിവസം 5 പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷ, ഗണിതം, പരിസര പഠനം എന്നിവ ഒന്നിച്ചാണ് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ഉള്ളത്. 3 ദിവസങ്ങളിലായി ഭാഷയ്ക്ക് 5, ഗണിതത്തിന് 5, പരിസര പഠനത്തിന് 4 എന്നിങ്ങനെ ആകെ 14 പ്രവർത്തനങ്ങൾ ഉണ്ട്. 2ാം ദിവസത്തെ മൂല്യനിർണ്ണയത്തിൽ ഭാഷയ്ക്ക് 2, പരിസര പഠനത്തിന് 2, ഗണിതത്തിന് 1 പ്രവർത്തനം എന്നിങ്ങനെയാണുള്ളത്. ഇതിൽ വരികൾ കൂട്ടിച്ചേർക്കാം, സംഭാഷണം പൂർത്തിയാക്കാം എന്നിവ ഭാഷയ്ക്കും, സിംഹരാജൻ്റെ പിറന്നാൾ, പദപ്രശ്നം എന്നത് പരിസര പഠനത്തിനും, ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന പ്രവർത്തനം ഗണിതത്തിനും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അർദ്ധവാർഷിക മൂല്യനിർണ്ണയം ഉദ്ഗ്രഥനം 2ാം ദിവസം. പ്രവർത്തനം 6. സിംഹരാജൻ്റെ പിറന്നാൾ. സിംഹരാജൻ്റെ പിറന്നാളിന് വൈകിയാണ് ആമച്ചാർ എത്തിയത്. തത്ത ചോദിച്ചു, എന്താ ആമച്ചാരെ വൈകിയത്? ആമ, എനിക്ക് നിന്നെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ. പിറന്നാളിന് വന്ന ജീവികളെ സഞ്ചാര രീതിക്കനുസരിച്ച് തരംതിരിച്ചെഴുതൂ. ഇഴയുന്നവ: പാമ്പ്, പല്ലി, പുഴു. പറക്കുന്നവ: കാക്ക, പൂമ്പാറ്റ, തത്ത. ചാടി വന്നവർ: അണ്ണാൻ, മുയൽ. ആക്ടിവിറ്റി 7. ഫ്ലവർ ബാസ്ക്കറ്റ്. ചിങ്കൻ the monkey came with 5 baskets full of flowers to decorate the palace. Each basket is filled with blue and red flowers. 96 flowers in first basket, 84 in second, 78 in third, 67 in fourth, 54 in fifth. How many blue and red flowers will be there in each baskets? ചിങ്കൻ കുരങ്ങൻ 5 ബാസ്ക്കറ്റുകളിലായി കൊട്ടാരം അലങ്കരിക്കുന്നതിന് പൂക്കൾ കൊണ്ടുവന്നു. ഓരോ ബാസ്ക്കറ്റിലും ചുവപ്പും നീലയും പൂക്കളുണ്ട്. ആദ്യത്തേതിൽ 96, രണ്ടാമത്തേതിൽ 84, മൂന്നാമത്തേതിൽ 78, 4, 67, 5, 54. ഓരോ കുട്ടയിലും ചുവപ്പും നീലയും പൂക്കൾ എത്ര വീതമുണ്ടാകും? പ്രവർത്തനം 8. വരികൾ കൂട്ടിച്ചേർക്കാം. സിംഹരാജൻ്റെ പിറന്നാളിന് ജീവികളെല്ലാവരും ഒത്തുകൂടി കൂട്ടമായി പാട്ടുപാടി. ചിറകു വിരിച്ച് പാറി വരുന്നു സുന്ദരിയാകും തത്തമ്മ, പീലി വിടർത്തി ആടി വരുന്നു ചേലേറുന്നൊരു മയിലമ്മ, ചില്ലകൾ തോറും ചാടി വരുന്നു സുന്ദരനാകും കുഞ്ഞണ്ണാൻ, മരത്തിൽ കൂടി തൂങ്ങി വരുന്നു വികൃതിക്കുട്ടൻ കുരങ്ങച്ചൻ. പ്രവർത്തനം 9. പദപ്രശ്നം. വലത്തോട്ട്. 1. വലിയ ചെവിയുണ്ട്, സസ്യാഹാരം മാത്രമേ കഴിക്കൂ. ആന. 2. കണ്ടാലൊരു രോമക്കൂട്, തിന്നാനിഷ്ടം തേൻകൂട്, കായിൽ തുടങ്ങും എന്നുടെ പേര്. കരടി. 3. സഞ്ചാരം രാത്രിയിൽ മരച്ചില്ലയിൽ തലകീഴായി തൂങ്ങും കുഞ്ഞുങ്ങളെ പ്രസവിക്കും. വവ്വാൽ. താഴോട്ട്. 1. പുറന്തോടുണ്ട്, നടത്തം പതുക്കെ, വെള്ളത്തിൽ നീന്തും, മുട്ടയിടും. ആമ. 2. കൂർത്ത നഖവും പല്ലും, മാംസാഹാരം കഴിക്കും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ദേശീയ മൃഗമാണ്. കടുവ. പ്രവർത്തനം 10. സംഭാഷണം പൂർത്തിയാക്കാം. സിംഹരാജൻ്റെ പിറന്നാളാഘോഷം കെങ്കേമമായി. ചിന്നുകുരുവിയെ മാത്രം കണ്ടില്ല. അവൾക്കിതെന്തു പറ്റി? മടക്കയാത്രയിൽ മിന്നുത്തത്ത ചിന്നുകുരുവിയെ കാണാൻ പോയി. മിന്നുത്തത്ത: ചിന്നു, പിറന്നാളിന് നിന്നെ കണ്ടില്ലല്ലോ. ചിന്നുകുരുവി: ഇന്നലത്തെ കാറ്റിലും മഴയിലും എൻ്റെ കൂട് തകർന്നു പോയി. മിന്നുത്തത്ത: അയ്യോ, നിന്റെ കുഞ്ഞുങ്ങളോ? അവർ എന്തിയേ? ചിന്നുകുരുവി:
അവർക്ക് കുഴപ്പമില്ല, അവർ പറന്ന് രക്ഷപ്പെട്ടു. മിന്നുത്തത്ത: നീ വിഷമിക്കണ്ട, നമുക്ക് ഒന്നിച്ചൊരു കൂട് പണിയാം. ചിന്നുകുരുവി: ശരി ചങ്ങാതി, നീ എന്നെ തിരക്കി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.